Hi students, I am Veena, Talent Infosys, Balaramapuram. Welcome to our Tally class. Hi students, welcome to our Tally class. Today we discuss about duties and taxes in Tally. അതായത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ടാലിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നതാണ്. അപ്പോൾ ടാലിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വൗച്ചർ എൻട്രിയുടെ സമയത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏത് ടാക്സ് ആണുള്ളത്? GST ആണുള്ളത്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിനു മുന്നേ നമുക്ക് VAT ഉണ്ടായിരുന്നു. അപ്പോൾ വേറ്റും നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും ടാക്സ് കൊടുക്കണമായിരുന്നു, ഇൻപുട്ട് ചെയ്യുമ്പോഴും പർച്ചേസാണ് ഇൻപുട്ട്, സെയിൽ ചെയ്യുമ്പോഴും ടാക്സ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ GST വന്നപ്പോഴും അതുപോലെ തന്നെയാണ്, പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും സർവീസിനുമൊക്കെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സിൽ GST പറയുന്നതെന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് ലിവൈഡ് ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദിസ് law has replaced many indirect tax laws that previously existed in India. അതായത് ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന പല ടാക്സിനെയും റീപ്ലേസ് ചെയ്തിട്ടാണ് കോമൺ ആയിട്ട് GST എന്ന ടാക്സിലോട്ട് വന്നത്. അപ്പോൾ ഈ GST എന്ന ടാക്സ് എങ്ങനെ ടാലിയിൽ അപ്ലൈ ചെയ്യും എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് ടാക്സ് അണ്ടർ GSTയിൽ പറയുന്നത് 3 ടൈപ്പാണ്: CGST, SGST, IGST. ഓക്കെ, CGST, SGST, IGST. അപ്പോൾ CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ GST, SGST സ്റ്റേറ്റ് GST, IGST ഇൻ്റഗ്രേറ്റഡ് GST. ഇപ്പോൾ CGST അതായത് സെൻട്രൽ GST എന്ന് പറഞ്ഞാൽ സെയിൽസ് വിത്തിൻ ദി സ്റ്റേറ്റ്. അതായത് നമ്മളൊരു സെയിൽസ് നടത്തുന്നത് സ്റ്റേറ്റിനകത്താണെങ്കിൽ അവിടെ കൊടുക്കുന്ന ടാക്സ് ഏതാണ്? CGST ആണ്. അതുപോലെ SGSTയും അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? സെയിൽസ് വിത്തിൻ ദി സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിനകത്താണ് നമ്മളൊരു സെയിൽസ് നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തൊന്ന് സെല്ല് ചെയ്തു ഒരു പ്രോഡക്റ്റ്, അത് പർച്ചേസ് ചെയ്ത് ട്രിവാൻഡ്രത്തിനകത്ത് തന്നെ സെല്ല് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഏതാണ്? 2 ടാക്സ് കൊടുക്കണം, CGSTയും SGSTയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടാക്സിലും CGST എന്ന് പറയുമ്പോൾ അത് ടാക്സ് ഗോസ് ടു സെൻട്രൽ ഗവൺമെൻറ്, SGST ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഗോസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ടോട്ടൽ GSTയുടെ 50% ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും, ടോട്ടൽ GSTയുടെ 50% ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകും. ഓക്കെ, അതായത് വിത്തിൻ ദി സ്റ്റേറ്റിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എങ്കിൽ 2 ടാക്സ് അവിടെ കൊടുക്കണം, CGSTയും SGSTയും. അപ്പോൾ CGST അതായത് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്തു, അതിന് ഇപ്പോൾ 20% ടാക്സ് ആണ് ടോട്ടൽ ടാക്സ് എന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ 10% ടാക്സ് CGST ആയിട്ട് കൊടുക്കണം, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണം. ബാലൻസ് 10% ടാക്സ് ആർക്കാണ് കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, അതായത് SGST ആയിട്ട് കൊടുക്കുക. ക്ലിയറായി? ഓക്കെ, അതായത് നമ്മൾ വിത്തിൻ ദി സ്റ്റേറ്റിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മുടെ കളക്ട് ചെയ്ത ടാക്സിൻ്റെ 50% ടാക്സ് CGST ആയിട്ടും ബാലൻസ് 50% ടാക്സ് SGST ആയിട്ടും കൊടുക്കണം. അപ്പോൾ SGST ടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും CGST ടാക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനുമാണ്. ഓക്കെ, ഇനി IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സ്. IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് അപ്ലൈസ് ടു സെയിൽസ് ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിന് പുറത്താണ് സെയിൽസ് നടക്കുന്നതെങ്കിൽ അത് എവിടെയാണ്? IGST ആയിട്ട് കൊടുക്കുക. ആ ടാക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ സെല്ല് ചെയ്യുന്ന ടാക്സിൻ്റെ 100% ടാക്സും സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും. ഓക്കെ, അതായത് ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ് ആണ് ട്രാൻസാക്ഷൻ എങ്കിൽ നമ്മുടെ
ടാക്സിൻ്റെ 100% സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും. ഇൻസൈഡ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ 2 ടാക്സ് അവിടെ കൊടുക്കും, CGST, SGST. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് 50% പോകും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 50% പോകും. അതായത് എക്സാമ്പിൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ 100% ടാക്സും IGST ആയിട്ടാണ് പോകുന്നത്. അവിടെ GST തന്നെയാണ്, അതെന്തായിട്ട് കാണിക്കും? IGST. എങ്കിൽ വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ CGST എന്ന് പറഞ്ഞ് 50% ടാക്സ് കാണിക്കും, SGST എന്ന് പറഞ്ഞിട്ട് 50% ടാക്സ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ടാലി ഫീച്ചേഴ്സിൽ എനേബിൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കമ്പനി സാധാരണ ക്രിയേറ്റ് ചെയ്യും പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് F11 ഫീച്ചേഴ്സിൽ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. F11 ഫീച്ചേഴ്സ് അറിയാലോ, അതിൽ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷനിൽ GST എനേബിൾ ചെയ്യണം. എനേബിൾ GST യെസ് ആക്കണം. പിന്നെ ചെയ്യേണ്ടത് സെറ്റ് ഓർ ആൾട്ടർ GST ഡീറ്റെയിൽസും യെസ് ആക്കുക. അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്യണം, F11 അക്കൗണ്ടിങ് കമ്പനി ഫീച്ചേഴ്സിനകത്ത് എനേബിൾ GST യെസ് ആക്കണം, സെറ്റ് ഓർ ആൾട്ടർ GST ഡീറ്റെയിൽസ് യെസ് ആക്കണം. അപ്പോൾ ഇത് യെസ് ആക്കുമ്പോഴത്തേക്കും മറ്റൊരു സ്ക്രീനിൽ പോവും, GST ഡീറ്റെയിൽസ് കൊടുക്കണം, കമ്പനിയുടെ GST ഡീറ്റെയിൽസ് കൊടുക്കണം. അതായത് ഏത് കമ്പനി ഏത് സ്റ്റേറ്റിൽ രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട്, അത് ഏത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനാണ്, അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ GST ഇൻ നമ്പർ കിട്ടും, ആ GST ഇൻ നമ്പർ കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ GST ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ 15 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. GST ഇൻ നമ്പർ 15 ഡിജിറ്റുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോഡും, പിന്നെ ഉള്ളത് പാൻ കോഡും, പാൻ ഹോൾഡർ ഇൻ ദി സ്റ്റേറ്റും, പിന്നെ ലാസ്റ്റിൽ ഒരു Z5 എന്നടക്കം, അത് ബൈ ഡീഫാൾട്ടാണ്. അതായത് 15 ഡിജിറ്റുള്ള ഒരു നമ്പറായിരിക്കും GST ടിൻ നമ്പർ. അത് ആൽഫ ന്യൂമറിക് ക്യാരക്ടർ കമ്പൈൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് കോഡ് ഉണ്ടാകും, ആ നമ്പറിനകത്ത് പാൻ നമ്പർ ഉണ്ടാകും, പാൻ ഹോൾഡർ ഇൻ എ സ്റ്റേറ്റ് ഉണ്ടാകും, ബൈ ഡീഫാൾട്ടായിട്ട് Z5 എന്നുള്ള, അത് ചെക്ക് സം ഡിജിറ്റ്സ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബൈ ഡീഫാൾട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്, അത് കൊടുക്കാതെ എന്താണെന്ന് മാത്രമേ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രസ് അക്സെപ്റ്റ്. അതായത് നമ്മൾ സാധാരണ ഫീച്ചേഴ്സ് എല്ലാം യെസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അതെന്തായി കഴിയും? അക്സെപ്റ്റായി കഴിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്തു, കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യം. എന്നിട്ട് എന്താണ്? നെസസറി ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾ കൊടുക്കണം. അതായത് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ പർച്ചേസ്, സെല്ല് ചെയ്യുന്നെങ്കിൽ സെല്ല്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന GST പറയുന്ന ഇൻപുട്ട് ടാക്സ്, സെല്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ്. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ഇൻപുട്ട് ടാക്സ്, സെല്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ഔട്ട്പുട്ട് ടാക്സ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ വിത്തിൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ കൊടുക്കണം? CGST, SGST വരും അല്ലേ? അപ്പോൾ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ IGST ആണ് വരുന്നത്, എങ്കിൽ ഇൻപുട്ട് IGST. ഓക്കെ, എങ്കിൽ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. അതുപോലെ ഈ സെല്ല് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് IGST. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടാക്സ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതെന്താണ്? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ അതിനോടൊപ്പം തന്നെ ഏത് കൊടുക്കണം? ഇൻപുട്ട് CGST. അപ്പോൾ നോക്കാം അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. എന്നിട്ട് അവിടെ ടാക്സ് റേറ്റ് ചോദിക്കും. അതായത് എത്രയാണോ നമ്മളിപ്പോൾ ആ പ്രോഡക്റ്റിന് 10% ആണ് CGST ആയിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ 10% കൊടുക്കും. അപ്പോൾ നമ്മൾ വൗച്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എത്രയാണോ പർച്ചേസ് ചെയ്ത എമൗണ്ട് അതിൻ്റെ 10% അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ അതായത് നമ്മൾ സ്റ്റോക്ക് ഇൻവെൻ്ററി ചെയ്തപ്പോൾ അവിടെ ലിസ്റ്റ് വന്നില്ലേ, അതുപോലെ വരും. അതുപോലെ CGST ആണെങ്കിൽ ഇൻപുട്ട് CGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. അവിടെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ചോദിക്കും. 10% ആണെങ്കിൽ 10% കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നത് IGST. IGSTയും അതുപോലെ തന്നെയാണ്. പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇൻപുട്ട് IGST, സെല്ല് ചെയ്യുന്നെങ്കിൽ ഔട്ട്പുട്ട് IGST. അപ്പോൾ പർച്ചേസിനും ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, സെല്ല് ചെയ്യുന്നതിനും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ CGSTയും SGSTയും ഏതാണ്? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. അതുപോലെ ഇൻപുട്ട് IGST, ഔട്ട്പുട്ട് IGST അതിനും എന്താണ്? അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഓക്കെ, ക്ലിയറായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെയാണ്. സ്റ്റോക്ക് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വൗച്ചർ ചെയ്യുക. പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് എടുക്കണം? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ഏതാണ് നെയിം ഓഫ് ഐറ്റം അത് കൊടുക്കുന്നു. കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? ടാക്സിൻ്റെ ലിസ്റ്റ് അവിടെ കാണിക്കും. അതിനകത്ത് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് CGST ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ എമൗണ്ടിന് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ സെല്ല് ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് CGST ആണെങ്കിൽ അത്, അല്ലെങ്കിൽ IGST ആണെങ്കിൽ അത് കൊടുക്കുന്നു. അപ്പോൾ അതും എമൗണ്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ റിപ്പോർട്ട് കാണാൻ എന്താണ്? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ടാക്സിന് റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ B2Bക്കകത്ത്, അതായത് ബിസിനസ് ടു ബിസിനസ് എന്നുള്ളതിനകത്ത് നമുക്ക് പർച്ചേസ്. അപ്പോൾ GSTR 1 ഉണ്ട്, GSTR 2 ഉണ്ട്. GSTR 2 എന്ന് പറയുമ്പോൾ പർച്ചേസിൻ്റെ ടാക്സും, GSTR 1 എന്ന് പറയുമ്പോൾ സെല്ല് ചെയ്തതിൻ്റെ ടാക്സും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമ്മുടെ ERP 9ൽ ഉണ്ടാവത്തില്ല. അത് എന്താണ്? ടാലി പ്രൈം വെർഷനാണ്. അതിനകത്താണ് GST. അതായത് ഓരോ പ്രാവശ്യവും വെർഷൻ ചേഞ്ച്, ഓരോ ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുന്നു? വെർഷൻ ചേഞ്ച് ചെയ്ത് വരുന്നു. ടാലി ERP 9.1 അടുത്ത് പ്രൈം, ടാലി പ്രൈമിനകത്തായിരിക്കും ഈ GSTയുടെ ചെയ്യാൻ വേണ്ടി വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ചെയ്യുവാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രം. പർച്ചേസ് അത് പക്ഷേ ക്വസ്റ്റ്യനിലൊന്നും എടുത്ത് പറയത്തില്ല. പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കണം, സെല്ല് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കണമെന്ന് പറയുന്നില്ല. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. അതുപോലെ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യണം ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ഇനി ഔട്ട്സൈഡ് ദി സ്റ്റേറ്റ് ആണെങ്കിൽ ഈ CGSTയും SGSTയും വേണ്ട. എന്ത് കൊടുത്താൽ മതി? പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് IGST, സെല്ലാണെങ്കിൽ ഔട്ട്പുട്ട് IGST. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.